everyone. Now we'll begin with planning and decision making. ആദ്യം തന്നെ now let's see what planning is. നമുക്കറിയാം മാനേജ്മെന്റ് ഫങ്ഷൻസിൽ ഏറ്റവും ആദ്യം പെർഫോം ചെയ്യുന്ന ഫങ്ഷനാണ് പ്ലാനിങ് എന്നുള്ളത്. പ്ലാനിങ് എന്നുള്ളത് മാനേജ്മെന്റ് ഫങ്ഷൻസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാധനമല്ല. നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാൻ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, രാവിലെ നിങ്ങൾ എല്ലാവരും കോളേജിലേക്ക് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള പ്ലാനിങ് നടത്തും. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് ബസ് പിടിക്കണം, ഇത്ര മണിക്ക് കോളേജിൽ എത്തണം. അങ്ങനെ each and everyone will have some sort of planning in their life. So planning is deciding in advance what to do and how to do. നമ്മൾ നേരത്തെ തീരുമാനിക്കുക എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It bridges the gap between where the organization stands today and where it wants to be in future. അതായത് ഇന്ന് ഓർഗനൈസേഷൻ നിൽക്കുന്ന സ്ഥലവും ഭാവിയിൽ ഓർഗനൈസേഷൻ നിൽക്കാൻ പോകുന്ന സ്ഥലവും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് പ്ലാനിങ്. അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ തരത്തിലുള്ള ഗോൾസും കാര്യങ്ങളും ഉണ്ടാവും. അതിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് എന്നുള്ള പ്രോസസ്സ് സഹായിക്കും. ഇറ്റ് മേക്സ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈഡ് ഗോൾ. അതായത് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആരൊക്കെ ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പ്ലാനിങ് സഹായിക്കും. So from the meaning itself, we can figure out some sort of features or characteristics of planning. First one is it focuses on achieving objectives. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്കിപ്പം ഒരു ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഒരു പേപ്പറിൽ ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്നായിരിക്കും. അപ്പോൾ ആ പേപ്പറിൽ ഇത്ര മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര ടൈം പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ സ്ഥലത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് പ്ലാനിങ് അല്ലേ. സോ പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് യുവർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇറ്റ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പെർവാസീവ് ഇൻ നേച്ചർ. പെർവാസീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റും പ്ലാനിങ് ആവശ്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഓർഗനൈസേഷനിൽ ഉടനീളം പ്ലാനിങ് ആവശ്യമാണ്. ടോപ്പ് ലെവൽ, ലോവർ ലെവൽ, മിഡ് ലെവൽ, എല്ലാ ലെവൽസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്ലാനിങ് ആവശ്യമാണ്. ഓൾസോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങൾ ഒരു ദിവസം കോളേജിൽ വരുന്നത് പ്ലാൻ ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം കോളേജിൽ വരുന്നു പ്ലാൻ ചെയ്യണം, നെക്സ്റ്റ് ദിവസം കോളേജിൽ വരുന്നത് പ്ലാൻ ചെയ്യണം. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് കീപ്സ് ഓൺ മൂവിങ്. ഓർഗനൈസേഷനെ സംബന്ധിച്ചും സ്പെസിഫിക് ടൈം പീരീഡിലേക്കല്ല പ്ലാൻ ചെയ്യുന്നത്. ഒരു സമയത്തെ പ്ലാൻ കഴിഞ്ഞാൽ അടുത്ത സമയത്തെ പ്ലാൻ നമുക്ക് വേണം. ഒരു വീക്കിലെ പ്ലാൻ കഴിഞ്ഞാൽ അടുത്ത വീക്കിലെ പ്ലാൻ നമുക്ക് വേണം. ഓക്കെ, സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക്. അതായത് നമുക്ക് ഭാവിയിൽ എന്തൊക്കെ നടക്കണം, എങ്ങനെ വേണം എന്നുള്ളത് ചെയ്യുന്നതാണ് പ്ലാനിങ്. സോ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ലുക്കിംഗ് അഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്ലാനിങ്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ഫ്യൂച്ചറിലേക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കുന്നത് പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ചൂസിങ് എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് പലതരത്തിലുള്ള ഓപ്ഷൻസ്, ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇപ്പം കോളേജിൽ കറക്റ്റ് സമയത്ത് എത്തണം, അതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അത് നിങ്ങൾക്ക് ബസ്സിൽ വരാം, കാറിൽ വരാം, ട്രെയിനിൽ വരാം, പല പല തരത്തിലുള്ള നടന്നു വരാം, പലതരത്തിലുള്ള ഓപ്ഷൻസും ഉണ്ടാവും. അതിൽ ഒരെണ്ണം ഡിസൈഡ് ചെയ്യുക എന്നുള്ളതും പ്ലാനിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഫീച്ചറെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്, പ്രൈമറി ഫങ്ഷൻ, പെർവാസീവ്, കണ്ടിന്യൂസ് പ്രോസസ്, ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. Now let's see the importance of planning. പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. Here also we'll have a discussion regarding 6 points from your exam point of view. First one is planning provides directions. അതായത് ഒരു ഗോൾ ഏതൊക്കെ രീതിയിൽ അച്ചീവ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ അതിന് ചെയ്യണം, എന്തൊക്കെ അതിന് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളിൽ ഈച്ച് ആൻഡ് എവറി ഡയറക്ഷൻ എന്ത് കൊടുക്കും, പ്ലാനിങ്ങിൽ നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. It ensures that every member of the organization knows what to do and why. നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്ന് കൃത്യമായ ഡയറക്ഷൻസ് പ്ലാനിങ്ങിൽ കൊടുത്തിരിക്കും. ഇറ്റ് റെഡ്യൂസസ് റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി.
അതായത് ഫ്യൂച്ചർ ഇസ് ഓൾവേസ് അൺസർട്ടൈൻ. ഭാവി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പണ്ട് കോവിഡ് വന്നത് ആരും പ്രിഡിക്റ്റ് ചെയ്തിട്ടില്ല, ഫ്ലഡ് വന്നത് ആരും പ്രിഡിക്റ്റ് ചെയ്തിട്ടില്ല. പല കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാതെ നമ്മുടെ ലൈഫിൽ വരും. അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാതെ വരുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ പ്ലാനിങ് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാനിങ് ഒരു പരിധി വരെ അതിനെ തടയാൻ വേണ്ടി സഹായിക്കും. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർ ആൻഡ് മേക്കിംഗ് എസംഷൻ. നമുക്ക് ഫ്ലഡ് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്ത് പറയാം, പല കാലാവസ്ഥയിലെ പല കാര്യങ്ങൾ നോക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടും ഒക്കെ ഫ്ലഡിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാം. അതായത് ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് തടയാം. അതുപോലെ മാനേജ്മെന്റ് കണ്ടിൻജൻസി പ്ലാൻ, അതായത് കണ്ടിൻജൻസി പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ടും പ്ലാനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് പ്ലാനിങ് അൺഎക്സ്പെക്റ്റഡ് ഇവൻസിൻ്റെയും ലോസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. പല ഡിപ്പാർട്ട്മെന്റ്സും തമ്മിലുള്ള കോർഡിനേഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ആ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള കോർഡിനേഷനും ഇൻ്റഗ്രേഷനും അത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് കോർഡിനേറ്റ്സ് ദ എഫേർട്ട് ഓഫ് വേരിയസ് ടീംസ് പ്രിവെൻറ്റിംഗ് കോൺഫ്ലിക്ട്സ് ഇൻ വർക്ക്. വർക്കിൽ വരുന്ന പല തരത്തിലുള്ള അടികളും അത് എന്ത് ചെയ്യും? പ്ലാനിങ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഓർഗനൈസേഷൻ ഗോളിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് ഇൻവോൾവ്സ് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ കൂടുമെന്ന് പറയും. അതായത് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒന്നുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ അതിലേക്ക് എത്തിക്കാം എന്നുള്ള നമ്മുടെ ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റി അവിടെ കൂടും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് തിങ്ക് ക്രിട്ടിക്കലി. ദസ് ഇറ്റ് എൻകറേജസ് ഇന്നോവേറ്റീവ് തിങ്കിങ്. ഇറ്റ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോൾ. അതായത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്യൂച്ചറിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് സഹായിക്കും. ഇറ്റ് സെറ്റ്സ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ക്യാൻ ബി കമ്പയർഡ്. ഇപ്പോൾ പ്ലാനിങ് ഗോൾ എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ടി വരും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമാറ്റും ആക്ച്വലി നമ്മൾ ആൾക്കാരെ പെർഫോം ചെയ്യുന്നതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് പ്ലാനിങ് സഹായിക്കും. ഇപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ആ സെറ്റിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സിന് പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വി നോ ദാറ്റ് വിത്തൗട്ട് പ്ലാനിങ് കൺട്രോൾ ഇസ് ഇമ്പോസിബിൾ, ആൻഡ് വിത്തൗട്ട് കൺട്രോൾ പ്ലാനിങ് ഇസ് ഓൾസോ ഇമ്പോസിബിൾ. പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പ്ലാനിങ്ങിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ്. So in this part, we'll also see the planning process or steps in planning. പ്ലാനിങ്ങിലെ സ്റ്റെപ്സ്. നിങ്ങൾ നിങ്ങളുടെ രാവിലെ എഴുന്നേൽക്കുമ്പം ഉണ്ടാവുന്ന പ്ലാനിങ്ങിൻ്റെ, നിങ്ങളുടെ കോളേജിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു ഓർത്താൽ മതി. ആൻഡ് വി ക്യാൻ റിലേറ്റ് ഇറ്റ് ടു ദീസ് സ്റ്റെപ്സ്. The first step of planning, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് പ്രോസസ്സ് എസ്റ്റാബ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ മെയിൻ എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എന്ത് കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് കോളേജിൽ കറക്റ്റ് ടൈം എത്താനാണ്. സോ വിൽ സെറ്റ് ദ ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി സ്മാർട്ട് ഇൻ നേച്ചർ. അതായത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. അതായത് എന്താണ് ഒബ്ജക്റ്റീവ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റണം. അത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതായത് നമുക്ക് ഈ വർഷം അവസാനമാകുമ്പോഴും 10 കിലോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര 10,000 പ്രൊഡക്റ്റ് സെല് ചെയ്യണം. ഇങ്ങനെ മെഷറബിൾ ആയിരിക്കണം. പിന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. വെറുതെ അങ്ങ് പറഞ്ഞിട്ടാൽ പോരാ, നമുക്ക് അച്ചീവ് ചെയ്യാൻ ഏകദേശം പറ്റിക്കൊള്ളണം. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ടൈം ബൗണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ, അതായത് അടുത്ത നവംബർ ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആപ്പിള് നമ്മൾ ഇത്ര കിലോ വിൽക്കും എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്ലാനിങ്ങിൽ ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം പറഞ്ഞിരിക്കണം. ആഫ്റ്റർ ഡിസൈഡിങ് അബൌട്ട് ഒബ്ജക്റ്റീവ്, വിൽ ഡെവലപ്പ് പ്ലാനിങ് പ്രമിസസ്. പ്ലാനിങ് പ്രമിസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ച്, ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ഒരു ധാരണയാണ്.
അതായത് നമുക്കറിയാം നമുക്ക് നമ്മുടെ ജീവിക്കുന്നത് ഒരു ഇക്കോണമിയിലാണ്. ആ ഇക്കോണമിയിലെ കണ്ടീഷൻസ് എന്തായിരിക്കും ഭാവിയിൽ, അതുപോലെ തന്നെ ഗവൺമെന്റ് മാറി വരുന്നുണ്ടെങ്കിൽ ഏത് ഗവൺമെന്റ് ആണ് വരാൻ ചാൻസ്, ആ ഗവൺമെന്റിന്റെ പോളിസീസ് ഡിഫറെന്റ് ആയിരിക്കും, അതെന്തായിരിക്കും എന്ന് തുടങ്ങിയ എസംഷൻസ് നമ്മൾ അതായത് പ്ലാനിങ് ഓൾവേസ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ള എസംഷൻസ് നമ്മൾ തിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് premises. ഇറ്റ് പ്രൊവൈഡ് കോമൺ ഫ്രെയിംവർക്ക് ഫോർ ഓൾ പ്ലാനേഴ്സ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ആ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് പ്ലാനിങ് premises. നെക്സ്റ്റ് ഇസ് ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കോളേജിൽ വരാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. ബസ് ഉണ്ടാവും, നടന്നു വരാനുണ്ടാവും, വാക്കിംഗ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കാർ ഉണ്ടാവും, സ്കൂട്ടി ഉണ്ടാവും, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്ലാൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണ് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് എന്നുള്ളത്, ആ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്നിട്ട് നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവും ഓരോ ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ബസ്സിൽ വന്നാൽ എത്ര പൈസയാവും, കാറിൽ വന്നാൽ എത്ര പൈസയാവും, സ്കൂട്ടറിൽ വന്നാൽ എത്ര പൈസയാവും, അത് നമ്മൾ കോസ്റ്റിന്റെ ബേസിൽ, റിസ്കിന്റെ ബേസിൽ, പിന്നെ അതുപോലെ തന്നെ റിട്ടേണിന്റെ ബേസിലൊക്കെ നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവും കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പറ്റിയൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അബൌട്ട് ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻ. അതായത് മെയിൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ള ചില സബ് പ്ലാൻസ് ഉണ്ടാവും. ആ സബ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഡെറിവേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ എപ്പോൾ ഷെഡ്യൂൾ ചെയ്യണം, സ്റ്റാഫിംഗ് പ്ലാൻ, അതായത് മെയിൻ പ്ലാൻ നമ്മൾ എപ്പോൾ ലോഞ്ച് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. അതിനുശേഷം അത് മാർക്കറ്റ് ചെയ്യുന്ന പ്ലാന്, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്ന പ്ലാന്, അതൊക്കെയാണ് നമ്മൾ സബ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇംപ്ലിമെന്റിങ് ദ പ്ലാൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പുട്ടിങ് ഇൻ ടു ആക്ഷൻ. ഓക്കെ. ആൻഡ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫോളോ അപ്പ് ചെയ്യണം. അതായത് കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എത്തുന്നുണ്ടോ, എത്തുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഫോളോ അപ്പ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത്. So these are the planning process or steps in planning, very important. Establishing objectives, developing planning premises, identifying alternative course of action, evaluating alternatives, selecting the best alternative, formulating derivative plan, implementing, follow up and review. So in this part we have seen the meaning of planning, its features or characteristics, importance of planning and planning process.